പള്ളിക്കര ALP സ്കൂളിന്റെ 123-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സംഗമം EV വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ട് തുണ്ടമാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാമുകന്മാരുള്ള കാലത്ത് എങ്ങനെയാണ് പ്രണയഗാനങ്ങൾ എഴുതുക? എങ്ങനെയാണ് നമ്മുടെ മനസ്സ് സന്തോഷിക്കുക? ഇവിടെയൊക്കെ പ്രണയഗാനങ്ങൾ പ്രണയം എവിടെയുണ്ട്, അവിടെ പാട്ടുണ്ട്. ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ പ്രണയ നിരാശയിൽപ്പെടുന്ന പാട്ടുണ്ട്. പ്രിയ സഖി പോയി വരും, അലവട്ടം മംഗളം നേരുന്നു ഞാൻ, അനുഗ്രഹീത ഗാനങ്ങളെല്ലാം തന്നത് പ്രണയ നിരാശയിൽ നിന്നാണ്. ഞങ്ങളുടെ കാലത്തുള്ള കാമുകന്മാർ പ്രണയ നിരാശ വരുമ്പോൾ അവര് വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയില്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പരിപാടിയില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നനക്കൂല, കുളിക്കൂല, മുടിമുറിക്കൂല, താടി പഠിക്കൂല, നിങ്ങളും സംഗീതം തൂക്കിയിട്ടിട്ട് വീഡിയും വരച്ച് പാട്ടും പാടുകയാണ്. എത്ര പാട്ടുകളാണ് 2025 പുതിയ തലമുറയിലെ കുട്ടികൾ പാടുന്നത് ആ പാട്ടുകളാണ്. നിങ്ങൾ കേട്ടില്ലേ? കൽപ്പാന്തകാലത്തോളം ഇനി ഒരു കൽപ്പാന്തകാലം വന്നാലും ഈ പാട്ടിന്റെ ഈരടികൾ നമ്മുടെ ചക്രവാളങ്ങൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ N ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കണാരൻ മാസ്റ്ററുടെ ഫോട്ടോ മാനേജർ ഇറ്റിപ്പുറത്ത് നാരായണൻ നായർ അനാച്ഛാദനം ചെയ്തു. വേദിയിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളെ ആദരിച്ചു. തിക്കോടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രനില സത്യൻ, ദിബിഷ, പള്ളിക്കര കരുണാകരൻ, PTA പ്രസിഡന്റ് രാജേഷ് കളരിയുള്ളതിൽ, ഹെഡ്മാസ്റ്റർ I വിനോദൻ, OP രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുസ്തകം അലമാരയിൽ സൂക്ഷിക്കും, അവരെ തീവണ്ടിക്ക് കൊടുക്കും. പുസ്തകം അലമാരയിൽ സൂക്ഷിക്കും, അവർ പേരിന്മേൽ കിടന്നാടും. പക്ഷെ ഇവൻ തൊട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്ക് കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. കാട്ടുവഴിയിലൂടെ നടന്നു. എന്തറിയോ? നാട്ടിൽ പോയിക്കൂടാ. നാട്ടിൽ മുഴുവൻ ജയിച്ചോലെ ജയിക്കുന്ന പക്സ അതിൻ്റെ ഇടയിൽ കൂടെ ജനങ്ങനെ നോക്കും. ഇത് നോക്കുമ്പോൾ തന്നെ അവനെ ആകെ വിഷമോ, ഞാൻ തോറ്റുപോയില്ലേ, ഞാൻ എന്തിനു കൊള്ളൂ, ജീവിക്കാൻ പറ്റുമോ? തോറ്റവനെന്ന അച്ഛനുണ്ടാവില്ല, അമ്മയുണ്ടാവില്ല, ആരുമില്ലാത്തവനായ അനാഥനായ അവൻ നടക്കാൻ തുടങ്ങി. പക്ഷെ അവനെ ഒരാൾ തോളത്തുയർത്തി. ആരറിയില്ല? തോറ്റ കുട്ടിയെ തോളത്തുയർത്തി പൂത്തു നിന്നു മരതകക്കുന്ന്. അവനെ തോളത്ത് ഉയർത്തിയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളോടും എന്നോടും ജയിച്ചവനെ തോളത്ത് വെച്ച് പടക്ക പൊട്ടിക്കാൻ ആർക്കും കഴിയും. ജയിച്ചവനെ ആനപ്പുറത്ത് കയറ്റി ആഹ്ലാദ പ്രകടനം നടത്താൻ ആർക്കും കഴിയും. പക്ഷെ തോറ്റവനെ തോളത്ത് വെക്കണമെങ്കിൽ എന്നോടോ ഉയരമുള്ള ആളുകൾ വേണം എന്നാണ് നിങ്ങളോട്. VP നാസർ സ്വാഗതവും ഒലാച്ചേരി രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.